പ്രിയപ്പെട്ടവരെ, സുഖമാണല്ലോ. വെൽക്കം ടു ഡേ 34. ഇന്ന് മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം 20 മുതൽ 28 വരെയുള്ള തിരുവചനങ്ങൾ നമുക്ക് ധ്യാന വിഷയമാക്കാം. ഗ്രേറ്റ്നസ് ത്രൂ സർവീസ്. ഒരു കൊച്ചു ചിന്തയിൽ നിന്ന് തുടങ്ങാം. ഒരിക്കലൊരു പെൻസിൽ മിനുക്കുന്നതിനിടയിൽ ആ പെൻസിൽ കരഞ്ഞു. എനിക്ക് ഒരുപാട് വേദനിക്കുന്നു. അപ്പോൾ പെൻസിൽ ചെത്തിക്കൊടുക്കുന്ന ആൾ പറഞ്ഞു, നിനക്ക് വേദനിക്കുന്നുണ്ടാകാം, പക്ഷേ ഈ ചെത്തലുകൾ നടന്നാലേ നിനക്ക് മനോഹരമായി എഴുതാൻ കഴിയൂ. നിന്റെ ഉള്ളിലെ യഥാർത്ഥ കഴിവ് പുറത്തു വരണമെങ്കിൽ നീ അല്പം തേഞ്ഞു തീരാൻ തയ്യാറാകണം. എ പെൻസിൽ ഈസ് ഓൺലി യൂസ്ഫുൾ വെൻ ഇറ്റ് ഈസ് വില്ലിംഗ് ടു ബി ഷാർപ്പൻഡ് ആൻഡ് യൂസ്ഡ് അപ്പ്. അതുപോലെയാണ് നമ്മുടെ ജീവിതവും. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി അല്പം തേഞ്ഞു തീരുമ്പോഴാണ് നാം കൂടുതൽ മൂല്യമുള്ളവരായിത്തീരുന്നത്. ഈ വചനത്തിൽ നിന്ന് നമുക്ക് ഒരു പ്രധാന കാര്യം പഠിക്കാം. അധികാരമല്ല, ശുശ്രൂഷയാണ് വലുത്. സർവീസ് ഓവർ സ്റ്റാറ്റസ്. സെബദി പുത്രന്മാരുടെ അമ്മ യേശുവിനോട് തൻ്റെ മക്കൾക്ക് വലിയ പദവികൾ ചോദിച്ചു. അവർക്ക് വേണ്ടത് അധികാരമായിരുന്നു, പവർ ആൻഡ് പൊസിഷൻ. പക്ഷെ യേശു പറഞ്ഞത്, നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷകനായിരിക്കണമെന്നാണ്. യേശു വന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല, മറിച്ച് ശുശ്രൂഷിക്കാനാണ്. ട്രൂ ഗ്രേറ്റ്നസ് ഈസ് നോട്ട് അബൌട്ട് ഹൂ ഈസ് അറ്റ് ദി ടോപ്പ്, ബട്ട് ഹൂ ഈസ് അറ്റ് ദി ബോട്ടം സെർവിങ് എവ്രി വൺ എൽസ്. ഇനി നമ്മുടെ വീട്ടിലോ ജോലി സ്ഥലത്തോ എല്ലാവരും എന്നെ ബഹുമാനിക്കണമെന്ന് ആഗ്രഹിക്കുന്നതിന് പകരം എനിക്ക് ഇന്ന് ആർക്കെങ്കിലും ഒരു സഹായം ചെയ്യാൻ പറ്റുമോ എന്ന് ചിന്തിക്കാം. മറ്റൊരാളുടെ ഭാരം കുറയ്ക്കാൻ നാം ചെയ്യുന്ന ചെറിയൊരു പ്രവൃത്തി മതി ദൈവരാജ്യത്തിൽ നമ്മെ വലിയവരാക്കാൻ. ഡോണ്ട് ജസ്റ്റ് ലീഡ്, സെർവ്. ടുഡേ ഡു വൺ സ്മോൾ ആക്ട് ഓഫ് കൈൻഡ്നസ് without expecting any praise in return. താഴാൻ പഠിക്കുന്നവനാണ് ദൈവത്തിൻ്റെ കണ്ണിൽ വലിയവൻ. He who stoops to help is the tallest in God's eye. ഈ Lent 15 ജേർണി നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ ഈ ചിന്ത നിങ്ങളുടെ കുടുംബ ഗ്രൂപ്പുകളിലും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യാൻ മറക്കരുത്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.